നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അതിനോടൊപ്പം വളരെ അട്രാക്റ്റീവായ ഒരു തംബ്നെയിൽ കൂടി അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിൽ പലരും ഈ തംബ്നെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായാലും അതല്ല ഏതെങ്കിലും ഇമേജിൻ്റെ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും നമ്മളിൽ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് ക്യാൻവയാണ്. പക്ഷേ ക്യാൻവയുടെ പഴയ വെർഷനിലും ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വെർഷനിലും വളരെയധികം ഡിഫറൻസസ് ഉണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ. അതേപോലെ ഡിഫറൻസസ് ഉള്ള ഒരു കാര്യമാണ് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നത്. ക്യാൻവയുടെ പഴയ വെർഷനിൽ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നതിന് ചില ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫീച്ചേഴ്സ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വെർഷനിൽ ഇല്ല. അപ്പോൾ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വെർഷനിൽ നമുക്കൊരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില ഫീച്ചേഴ്സ് അവർ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ക്യാൻവയിൽ ബ്ലർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാൻവയുടെ ലേറ്റസ്റ്റ് വെർഷനിൽ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 2-3 സ്റ്റെപ്സേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ക്യാൻവയുടെ ലേറ്റസ്റ്റ് വെർഷനിൽ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ചെയ്യാം എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ ആദ്യം ക്യാൻവയിലേക്ക് പോകും. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങളിൽ ക്യാൻവ യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഡിസൈനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ യൂട്യൂബ് തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഞാൻ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയലിനെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ ഫയലിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഫയലിനെ ക്ലിക്ക് ചെയ്ത് വർക്ക് ഏരിയയിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്യാൻവയിലെ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാനായിട്ട് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കുക, ഈ എഡിറ്റ് ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഈ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നോക്കുക 3 ഓപ്ഷൻസ് ഉണ്ട്, 3 ടാബ്സ് ഉണ്ട്. എഫക്ട്സ്, അഡ്ജസ്റ്റ് ആൻഡ് ക്രോപ്പ്. ഇനി നോക്കുക, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പഴയ ക്യാൻവയിൽ നിന്നാണ്. പഴയ ക്യാൻവയിൽ ഇവിടെ ഈ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളത്, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, സാച്ചുറേഷൻ, ടിൻറ്റ്, അതുപോലെ തൊട്ട് താഴെ ബ്ലർ. ഈ ബ്ലർ ഓപ്ഷനെ യൂസ് ചെയ്തിട്ട് പഴയ ക്യാൻവയിൽ നമുക്ക് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഓപ്ഷൻ നമ്മുടെ ക്യാൻവയുടെ ലേറ്റസ്റ്റ് വെർഷനിൽ ഇവിടെ ഈ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ഇവിടെ നോക്കാം, ഞാനിവിടെ ലേറ്റസ്റ്റ് വെർഷനിൽ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് ടെമ്പറേച്ചർ, ടിൻറ്റ്, പിന്നെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഇതിനുള്ളിൽ ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനിൽ നമുക്ക് ബ്ലർ ചെയ്യാനായിട്ട് നമ്മൾ എഡിറ്റ് ഫോട്ടോയിൽ തന്നെ പോകുന്നു. അതിനുശേഷം നമ്മൾ ഈ എഫക്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ മാജിക് സ്റ്റുഡിയോയിൽ നോക്കുക കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലിവിടെ നോക്കുക മാജിക് ഗ്രാബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാജിക് ഗ്രാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ ഈ ഫോട്ടോയിൽ ഈ 3 ഹ്യൂമൻ ഇമേജസും ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ ഇമേജസിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി മറ്റൊരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ഹ്യൂമൻ ഇമേജസുമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എല്ലാ കാര്യങ്ങൾക്കും ഈ മാജിക് ഗ്രാബിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ, നമ്മളിവിടെ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ബ്ലർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ബ്ലർ ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ബ്ലർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇനി ഈ എഡിറ്റ് ഫോട്ടോയിൽ തന്നെ ആ ഓപ്ഷനിൽ ഏറ്റവും താഴെ നോക്കുക എഫക്ട്സിൽ നോക്കുക ബ്ലർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹോൾ ഇമേജ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഇൻറ്റൻസിറ്റി, ബ്ലർ ഇൻറ്റൻസിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്രമാത്രം ബ്ലർ വേണോ അതിനനുസരിച്ച് ഈ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് ചെയ്യുന്നു. ബാക്ക് ചെയ്തതിന് ശേഷം നോക്കാം, ഇവിടെ നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ക്യാൻവയുടെ ലേറ്റസ്റ്റ് വെർഷനിൽ നമുക്ക് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇവിടെ മാജിക് ഗ്രാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു. ക്യാൻവയിൽ നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഈ മാജിക് ഗ്രാബ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.